ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന ഇഷ്ടമാവുന്ന ഒരു പലഹാരം ഉണ്ടാക്കാനാണ്. അത് വേറൊന്നല്ല, നമ്മുടെ റൊട്ടി വാട്ടിയതാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ ഇതാ തേങ്ങ അരച്ച് അതിലേക്ക് തേങ്ങാവെള്ളം തന്നെ നമ്മൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാല് മാറ്റിക്കുക. അപ്പോൾ അവിടെ 3 കോഴിമുട്ട എടുത്ത് അതിലേക്ക് ഏലക്കായ് ചതച്ചിട്ടെടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കും. തേങ്ങാപ്പാൽ ചേർത്ത് പിന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ടോ. ഈ തേങ്ങാപ്പാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ട് ഈ ഒരു ഇതാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരെ റൊട്ടി എടുത്തിട്ട് മുക്കിയിട്ട് നമ്മളിതാ ചൂടായ പാനിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒരു നെയ്യ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോ റൊട്ടിയും വെച്ചെടുക്കുക. നമ്മൾ നേരിയ മധുരത്തിലാണ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഷുഗർ ഉള്ളവർക്കും കഴിക്കുക. കാരണം എന്ന് വെച്ചാൽ ഓവർ ഓയിലൊന്നും ചേർക്കാണ്ട് നല്ല നേരിയ മധുരത്തിലാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു വെറും കോഴിമുട്ട മാത്രം ചേർക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഹെൽത്തിയാണ്. ഇതുപോലെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് കൂട്ടുകാരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ലൈക്ക് ചെയ്യാണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഇതുപോലെ റൊട്ടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ ഒക്കെ കാച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.